രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1501ാമത്തെ ജന്മദിനാഘോഷവേളയിൽ ഇന്റർനെറ്റിൽ മുഴുകിയിരിക്കുന്ന യുവതലമുറ എന്ന വിഷയത്തെക്കുറിച്ച് അല്പം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, ഇന്റർനെറ്റ് നമുക്കൊരു അനുഗ്രഹമാണ്. വീട്ടിലിരുന്ന് ഖുർആൻ പഠിക്കാനും ക്ലാസുകൾ കേൾക്കാനും വലിയ വിജ്ഞാനം നേടാനും ഹലാലായ ബിസിനസ്സുകൾ ചെയ്യാനുമെല്ലാം ഉപയോഗിക്കാം. പക്ഷേ അതേ ഇന്റർനെറ്റ് തന്നെയാണ് ഇന്ന് യുവതലമുറയ്ക്ക് ഏറ്റവും വലിയ ഫിത്നയും. നമ്മുടെ സമയം, ഈമാൻ, ബന്ധങ്ങളെല്ലാം വിഴുങ്ങുന്ന ഒരു കടലായി അത് മാറിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, രണ്ട് നിഅമത്തുകളുടെ കാര്യത്തിൽ മിക്ക ആളുകളും വഞ്ചിതരാണ്. ഒന്ന് ആരോഗ്യം, മറ്റൊന്ന് ഒഴിവു സമയവുമാണ്. ഇന്ന് ആ ഒഴിവു സമയം മുഴുവനും പോകുന്നത് റീലിലും ഷോർട്സിലും സ്ക്രോളിങ്ങിലുമാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ട്. ഒന്നാമത്തേത് സമയത്തിന്റെ നഷ്ടമാണ്. അല്ലാഹു നാളെ നമ്മോട് ചോദിക്കും, നിന്റെ യൗവനം നീ എന്തിൽ ചിലവഴിച്ചു? മാത്രമല്ല, ഇന്റർനെറ്റിനെ നാം കൂടുതലും തെറ്റായ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കണ്ണ് വ്യഭിചരിക്കുമെന്ന്. അതിന്റെ വ്യഭിചാരം നോക്കുക എന്നതാണ്. പ്രിയമുള്ളവരെ, ഇന്റർനെറ്റിൽ നാം കാണുന്നതും കേൾക്കുന്നതും ചിലപ്പോൾ വേറെ ഒരാളെ കുറ്റപ്പെടുത്തുന്നതോ അപമാനിക്കുന്നതോ ആയിരിക്കാം. അതിനൊക്കെ നാം മറുപടി പറയേണ്ടി വരും. വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിലും കുറച്ചു കാലമായിട്ടുള്ള ഒരു ഫീച്ചറാണല്ലോ വൺസ് എന്നത്. നമ്മുടെ ഫോട്ടോയും വീഡിയോയും എല്ലാം നമ്മൾ വൺസാക്കി അയച്ചു കൊടുക്കും. വൺസിന്റെ അർത്ഥം എന്താണെന്നറിയുമോ? കാലം കഴിയും തോറും മനുഷ്യനെ വിശ്വാസമില്ലാതായിരുന്നു എന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഫോൺ നമ്മുടെ കയ്യിലെ ഒരു ആയുധമാണ്. അതുകൊണ്ട് ഖുർആൻ പ്രചരിപ്പിക്കാനും ഉപയോഗിക്കാം, തെറ്റ് പ്രചരിപ്പിക്കാനും ഉപയോഗിക്കാം. നമ്മളതിനെ നല്ല രീതിയിലാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.